മറ്റന്നാൾ നടക്കുന്ന ആറാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണം അവസാനിക്കുമ്പോഴും ആത്മവിശ്വാസം പ്രകടിപ്പിച്ച ദേശീയ ജനാധിപത്യ സഖ്യവും പ്രതിപക്ഷ സഖ്യം ഇന്ത്യയും ഭരണഘടനയും ജനാധിപത്യവും സംരക്ഷിക്കപ്പെടണമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. 400-ലേറെ സീറ്റുകളോടെ അധികാര തുടർച്ച ഉറപ്പെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിപ്രായപ്പെട്ടു. ഭരണഘടന സംരക്ഷിക്കാൻ ബിജെപിക്കെതിരെ വോട്ട് ചെയ്യാനാണ് രാഹുൽ ഗാന്ധി ആഹ്വാനം ചെയ്യുന്നത്. മോദി സർക്കാരിന്റെ കീഴിൽ ജനാധിപത്യം തകർന്നെന്ന ആരോപണമാണ് രാഹുലിന്റേത്. ജനാധിപത്യം സംരക്ഷിക്കുവാനും ഭരണഘടന സംരക്ഷിക്കാനും ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരണമെന്ന നിലപാടാണ് രാഹുലിന്റേത്. बीजेपी नरेंद्र मोदी जी कॉन्स्टिट्यूशन पर आक्रमण कर रहे हैं, रिजर्वेशंस पर आक्रमण कर रहे हैं. 22 लोगों के लिए उन्होंने सारा का सारा काम किया है. अदानी जी को देश की संपत्ति पकड़ा दी है. हम चाहते हैं അതേസമയം 5 ഘട്ടങ്ങൾ കൊണ്ട് തന്നെ ബിജെപി കേവല ഭൂരിപക്ഷം കടന്നെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശപ്പെട്ടു. തകർന്നടിഞ്ഞ ഇന്ത്യ സഖ്യത്തിന് 6-7 ഘട്ടങ്ങളിൽ ആരും വോട്ട് നൽകില്ലെന്ന് ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ മോദി പറഞ്ഞു. ഡൽഹിയിലെ 7 സീറ്റിലും തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ അരവിന്ദ് കെജ്രിവാളിനെതിരെയും ആം ആദ്മി പാർട്ടിക്കെതിരെയും മദ്യനയ അഴിമതി കേസിൽ വീണ്ടും ആരോപണങ്ങൾ ശക്തമാക്കുകയാണ് ബിജെപി. മനീഷ് സിസോദിയയ്ക്ക് ജാമ്യം നിഷേധിച്ച ഡൽഹി ഹൈക്കോടതി നടപടി ചൂണ്ടിക്കാട്ടിയാണ് ബിജെപി നീക്കം. പഞ്ചാബിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി കോൺഗ്രസിനെയും ആം ആദ്മി പാർട്ടിയെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. ഡൽഹിയിൽ ഒന്നിച്ചു നിൽക്കുകയും പഞ്ചാബിൽ പരസ്പരം മത്സരിക്കുകയും ചെയ്യുന്നത് ഇരു കൂട്ടരുടെയും നാടകമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. दिल्ली की कट्टर भ्रष्टाचारी पार्टी और सिख दंगे के दोषी पार्टी आमने सामने लड़ने का नाटक कर रहे हैं, लेकिन सच्चाई यही है कि पंजाब और झाड़ू पार्टियां 2 है, लेकिन दुकान एक ही है. മേനകാ ഗാന്ധി, കനയ്യകുമാർ, ബാൻസുരി സ്വരാജ്, മുൻ കൽക്കട്ട ഹൈക്കോടതി ജഡ്ജി അഭിജിത്ത് ഗംഗോപാധ്യായ്, അശോക് തൻവർ, കുമാരി ശൽജ, സോംനാഥ് ഭാരതി, മെഹബൂബ മുഫ്തി തുടങ്ങിയവരാണ് 6ാം ഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖർ. ആകെ 889 സ്ഥാനാർത്ഥികളാണ് 6ാം ഘട്ടത്തിൽ മത്സരരംഗത്തുള്ളത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.